ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. അപ്പോൾ ഫസ്റ്റ് ലെസൺ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ സെക്കൻഡ് ലെസണിലേക്ക് പോവുകയാണ്. സോ സെക്കൻഡ് ലെസൻ്റെ ഹെഡിങ് വന്നിട്ട് പറക്ക്. പറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ്, TEST, ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്താ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് ഒരു വലിയൊരു കെമിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് നാഗാർജുൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാബിൽ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് വർക്ക് കൂടുതലായപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അവിടുത്തെ രാജാവിനെ കണ്ടിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരെ തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം രാജാവ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം 2 ചെറുപ്പക്കാരെ നാഗാർജുൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഏത് ആളെയാണോ പറ്റുക ആ ചെറുപ്പക്കാരനെ ഒരാളെ അസിസ്റ്റൻ്റാക്കി വെക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പം നാഗാർജുൻ പറഞ്ഞു, ശരി, ഞാൻ അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പം 2 പേരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ചെറുപ്പക്കാർ പോയത് നാഗാർജുൻജിയുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻസ് നോക്കിയപ്പോൾ അതും ഒരേപോലത്തെ ആയിരുന്നു. അപ്പോൾ നാഗാർജുന് ഭയങ്കര ബുദ്ധിമുട്ടായി എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ഉപായം കണ്ടുപിടിച്ചു, ഐഡിയ. അദ്ദേഹം ഇവരെ 2 ചെറുപ്പക്കാരെയും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു പരീക്ഷണം നടത്താമെന്ന്. അപ്പോൾ അദ്ദേഹം അവർക്ക് ഒരു ഇത് കൊടുത്തു, ഒരു പദാർത്ഥം, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ. ആ സബ്സ്റ്റൻസ് കൊടുത്തിട്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാനും അതിൽ നിന്ന് എന്താണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതും കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്തത് സമയം 3 ദിവസമായിരുന്നു. ഓക്കെ. അപ്പോൾ ആ 3 ദിവസത്തിന് ശേഷം 3-ാം ദിവസം വൈകുന്നേരം ആ ചെറുപ്പക്കാർ റിസൾട്ടുമായിട്ട് വരണം നാഗാർജുൻ്റെ അടുത്തേക്ക്. അതാണ് അവർക്ക് കൊടുത്ത ഓർഡർ. അതേസമയം അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണ്ട, അപ്പുറത്ത് രാജമാർഗമുണ്ട്, ആ വഴിയെ അങ്ങനെ പോയിട്ട് എല്ലാവരുടെയും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിലെത്തിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരിങ്ങനെ ആശ്ചര്യപ്പെട്ടു, ഇതെന്താ, നമുക്ക് സാധനം കിട്ടിയാൽ വേഗം വീട്ടിൽ പോയിട്ട് എക്സ്പെരിമെൻ്റ് നടത്തുകയല്ലേ ചെയ്യുക, ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയണമെന്ന് 2 പേരുടെ മനസ്സിലും തോന്നി. പക്ഷെ അവരൊന്നും ചോദിച്ചില്ല. അവർ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സും വാങ്ങിയിട്ട് 2 പേരും പോയി. അങ്ങനെ 3-ാമത്തെ ദിവസം വൈകുന്നേരം 2 ചെറുപ്പക്കാരും അവർ കണ്ടുപിടിച്ച സാധനങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി, നാഗാർജുൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിൽ 2-ാമത്തെ ചെറുപ്പക്കാരൻ്റെ മുഖം താന്നിരിക്കുന്നു, മുഖത്താകെ വിഷമം. പക്ഷെ ആദ്യത്തെ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നല്ല ഹാപ്പി, എന്തോ കണ്ടുപിടിച്ച് അച്ചീവ് ചെയ്തൊരു എക്സ്പ്രഷനും. അപ്പം നാഗാർജുൻ ചോദിച്ചു, നീ 2-ാമത്തെ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്താ എത്ര സങ്കടപ്പെട്ടിരിക്കണത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് താങ്കൾ തന്ന എന്താ സാധനം എന്ന് മനസ്സിലായി, അതുകൊണ്ട് എന്ത് മെഡിസിനാണ് ഉണ്ടാക്കുക എന്നുള്ളതും എനിക്ക് മനസ്സിലായി, പക്ഷെ അത് തയ്യാറാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ അതെല്ലാം കണ്ടുപിടിച്ചു, ആ പറഞ്ഞ പോലെ അതൊക്കെ എന്താ വരിക എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ഗുരുജി പറയും. അപ്പം നാഗാർജുൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുപ്പക്കാരൻ്റെ നിന്ന് അത് വാങ്ങി അതൊക്കെ നോക്കും. അപ്പം നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് ആദ്യത്തെ ചെറുപ്പക്കാരൻ ഉത്തരം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് സമയം തികയാഞ്ഞത്? കാരണം ആദ്യത്തെ ചെറുപ്പക്കാരൻ കറക്റ്റ് 3 ദിവസം ആവുമ്പോഴേക്കും 3 ദിവസം കഴിഞ്ഞ് ആ ദിവസം വൈകുന്നേരം 3-ാമത്തെ ദിവസം വൈകുന്നേരം റിസൾട്ടുമായിട്ടെത്തി അല്ലേ? 2 പേർക്കും ഒരേ സമയത്താണ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊടുത്തയച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ചോദിച്ചപ്പം 2-ാമത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഗുരുജിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് ഞങ്ങൾ രാജമാർഗിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ താഴെ തീരെ വയ്യാതെ ഒരു മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടാഞ്ഞത് പറയും.
അപ്പോൾ ഉടനെ നാഗാർജുന പറയും, എന്തായാലും നീ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഞാൻ നിന്നെയാണ് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പോണേ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് നാഗാർജുൻ രാജാവിൻ്റെ അടുത്തേക്ക് എത്തി കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് രാജാവ് ചോദിക്കും, കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. അപ്പോൾ രാജാവ് ചോദിക്കും, ഗുരുജി എന്തുകൊണ്ടാണ്, നാഗാർജുനെ ഗുരു എന്ന് വിളിക്കും, ആചാര്യ എന്നൊക്കെ വിളിക്കും, കാരണം അദ്ദേഹം വലിയ കെമിസ്റ്റാണല്ലോ. അപ്പോൾ രാജാവ് ചോദിക്കും, എന്തുകൊണ്ടാണ് ആചാര്യജി ആദ്യത്തെ ചെറുപ്പക്കാരൻ താങ്കൾ പറഞ്ഞ പോലെ എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടും ആദ്യത്തെ ചെറുപ്പക്കാരനെ അപ്പോയിൻ്റ് ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ രണ്ടാമത്തെ ചെറുപ്പക്കാരനെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ നാഗാർജുൻജി പറയും, ആദ്യത്തെ ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞ മാതിരി അങ്ങനെ കേട്ടു അല്ലേ, രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു. അവൻ എന്ത് ചെയ്തു, പോകുന്ന വഴി വയ്യാണ്ട് കിടക്കുന്ന ഒരാളെ സഹായിക്കുക. അപ്പോൾ ആ ഒരു മനുഷ്യത്വം അവനിലുണ്ട്, മനുഷ്യരെ സ്നേഹിക്കണം, കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പം ആ ഒരു മനുഷ്യത്വമാണ് എനിക്ക് വലിയ കാര്യമായി തോന്നിയത്. അപ്പം നാഗാർജുൻ വീണ്ടും പറഞ്ഞു, ഞാൻ 2 പേരോടും ഒരേ വഴിക്കാണ് പോവാൻ പറഞ്ഞത്, കാരണം ആ വഴിയിലെ മരത്തിൻ്റെ അവിടെ താഴെ അസുഖം ബാധിച്ച ഒരാൾ കിടപ്പുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പം ഞാൻ തന്നെ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് സുഖപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ 2 ചെറുപ്പക്കാരെ കിട്ടിയപ്പോൾ അതൊരു പരീക്ഷണം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് ഞാൻ ആ ടെസ്റ്റ് കൊടുത്ത്. അതിൽ ആദ്യത്തെ ചെറുപ്പക്കാരൻ അവരെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ അങ്ങനെ പോയി. പക്ഷേ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവരെ കെയർ ചെയ്ത് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അസുഖം ഭേദമൊക്കെ അല്ലേ ചെയ്തത്. അപ്പം മറ്റുള്ളവരുടെ വിഷമവും അവരെ കെയർ ചെയ്യാനുള്ള സന്മനസ്സും ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു ചികിത്സകനാവാൻ പറ്റില്ല എന്നാണ് എൻ്റെ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ആ രണ്ടാമത്തെ ചെറുപ്പക്കാരനെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തതെന്ന് പറയും. ഇഷ്ടമായോ കഥ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്കത് സ്റ്റോറി വായിക്കാം. ഓക്കെ, സോ ലെസൺ 2 പറക്ക്. അതിൽ കഠിൻ ശബ്ദമുണ്ട്. ഓക്കെ, കഠിൻ ശബ്ദം നോക്കാം നമുക്ക്. കഠിൻ ശബ്ദം കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ്. ഓക്കെ, നാഗാർജുൻ, പദാർത്ഥ, रसायन शास्त्री, नौजवान, निर्वाचित, अपराधी, प्रयोगशाला, आज्ञानुसार. ഓക്കെ, ഇനി നമുക്ക് ലെസൺ വായിക്കാം. नागार्जुन प्राचीन भारत के नामी रसायन शास्त्री थे. उन्होंने अपने प्रयोगशाला में कई दवाइयाँ तैयार की थी. इसी कारण वे विश्व प्रसिद्ध हो गए थे. एक बार नागार्जुन ने राजा से कहा, काम बहुत है, संभाल नहीं रहा, कोई सहायक भेज दीजिए. राजा ने 2 योग्य नौजवानों को भेजा और नागार्जुन से कहा कि दोनों में से किसी एक को चुन ले. अगले दिन 2 नौजवान नागार्जुन से मिलने आए. दोनों ही बड़े अदब से पेश आए. दोनों की योग्यताएं भी एक जैसी थी. नागार्जुन समझ नहीं पा रहे थे कि किस आधार पर दोनों में से किसी एक का चुनाव करें. काफ़ी देर तक चिंतन करने के बाद वे एक नतीजे पर पहुँचे. उन्होंने दोनों को एक एक पदार्थ दिया और कहा, इसमें क्या है यह तो मैं आप लोगों को नहीं बताऊंगा, आप लोग खुद पहचानिए, फिर इसका रसायन अपनी इच्छानुसार बनाकर लाइए. इस आधार पर ही मैं अपना सहायक निर्वाचित करूँगा. जो आज्ञा.
कहकर दोनों युवक चलने लगे। नागार्जुन ने उन्हें फिर टोका। वे बोले, और सुनो, अभी घर जाने से पहले पूरे राजमार्ग को पार करना। 3 दिन बाद शाम को तुम दोनों की राह देखूंगा। वे दोनों हैरान तो हुए, परंतु उन्होंने कुछ नहीं पूछा। आचार्य के पैर छूकर चल पड़े। तीसरे दिन शाम होते ही दोनों आ पहुँचे। एक का चेहरा धमक रहा था, एक का चेहरा धमक रहा था और दूसरे का बुझा हुआ था। नागार्जुन ने दूसरे युवक से पूछा, तुम उदास क्यों हो भाई? आचार्य जी, मैं आपका अपराधी हूँ। युवक की नज़र चुप गई। आपके दिए पदार्थ को मैंने तुरंत पहचान लिया था, किंतु उसका कोई भी रसायन मैं तैयार नहीं कर पाया। इस पर पहला युवक बोला, मैं रसायन तैयार कर लिया है गुरुजी। नागार्जुन ने उसके बनाए रसायन की जांच की, कई प्रश्न पूछे। युवक ने सब कुछ सही सही बताया। दूसरा युवक उदास होकर सिर झुकाया बैठा था। नागार्जुन ने उससे पूछा, तुम रसायन क्यों नहीं बना पाए? युवक ने जवाब दिया, आपकी आज्ञानुसार मैं राजमार्ग से गुजर रहा था। अचानक क्या देखता हूँ कि पेड़ के नीचे एक बीमार आदमी पड़ा है। कोई उसे पानी के लिए भी नहीं पूछ रहा है। मेरा दिल पसीज गया। मैं उसे उठाकर घर ले आया। वह इतना बीमार था कि मैं उसकी सेवा करने में उलझा रहा। रसायन तैयार करने का समय ही नहीं मिला। तुमने उचित किया। नागार्जुन बोले, मैं तुम्हें ही अपना सहायक नियुक्त करता हूँ। जब नागार्जुन राजा से मिले तो राजा ने पूछा, आपने यह क्या किया आचार्य जी? जो व्यक्ति रसायन बनाकर लाया उसे न रखकर आपने उसे रखा जो कुछ नहीं लाया। नागार्जुन बोले, हाँ महाराज, जिसने रसायन नहीं बनाया उसने मनुष्य की सेवा की थी। दोनों एक ही मार्ग से निकले थे। एक सेवा के लिए रुका और दूसरा बिना रुके चला गया। मुझे पहले से ही मालूम था कि राजमार्ग के किनारे पेड़ के नीचे एक बीमार आदमी पड़ा है। मैं स्वयं उसे यहाँ लाकर उसकी सेवा करना चाहता था। इतने में ये नौजवान आ गए और मैंने इनकी परख कर ली। यंत्र की तरह रसायन बनाने वाला युवक मेरे काम के लिए उपयोगी नहीं था। जिसने मानव बनकर मानव की सेवा की वही मेरे काम के लायक था। जो दूसरों की सेवा नहीं कर सकता वह ചികിത്സ कैसे करेगा? ഓദറിൻ്റെ പേരെന്താ നോക്കൂ, ശ്രീ മൻഹർ ചൗഹാൻ. ഓക്കെ. ഇനി അടുത്തത് ഇതിൻ്റെ കുറച്ച് ഡിഫിക്കൾട്ട് വേർഡ്സ് ഉണ്ട്, അത് നോക്കാം നമുക്ക്. ഓക്കെ. ഫസ്റ്റ് വൺ, പ്രാചീൻ ഏൻഷ്യൻറ്റ്, പ്രയോഗശാല ലബോറട്ടറി, ചുനാവ് ടു സിലക്ട്, പരഖ് ടു ടെസ്റ്റ്, നാമി ഫേമസ്, സഹായക് അസിസ്റ്റൻറ്റ്, അപരാധി ക്രിമിനൽ, യന്ത്ര മെഷീൻ, रसायन शास्त्री केमिस्ट, नौजवान यूथ,
ആജ്ഞാനുസാർ ആസ് ഓർഡേർഡ്. ചികിത്സ ക്യൂർ. സോ സ്റ്റോറി മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല സ്റ്റോറി അല്ലേ? സോ ഇത് വായിച്ചു നോക്കൂ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, സോ താങ്ക് യു ചിൽഡ്രൻ.